വിശുദ്ധ ആരാധനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, വിശുദ്ധ പ്രഭാതത്തിൽ എൻ്റെ മക്കളാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ, പലയിടങ്ങളിലിരുന്ന് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ള കർത്താവേ, ഇന്ന് പാൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മഹത്വം കാണുവാൻ തക്കവണ്ണം കർത്താവെ, പല സ്ഥലങ്ങളിൽ ഇരുന്ന് ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ഇടപെടാതെ പ്രാർത്ഥിപ്പാനും ഞങ്ങളുടെ ആരാധനയെ സംബന്ധിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന ഈ വിധങ്ങൾക്കായൊക്കെയും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയുടെ ആദ്യ അവസാനത്തോളം അങ്ങയുടെ കൃപയും കാവലും കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനം 4 പാടാം. ഹിം 4. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിനെ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ദൈവങ്ങളിൽ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിരിക്കുന്ന സകലവിധ പാപങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്ന് താഴെ വരുന്ന പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴിയിൽ ചിന്തിരിക്കുന്നു. ഞങ്ങളുടെ സന്ദർഭങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളേറ്റവും അനുസരിച്ച് വന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ നിസ്തകൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ സ്വീകരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അരക്ഷന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നു, ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന് മുതലായിട്ട് ഞങ്ങളിന്മേൽ ദൈവഭക്തിയോട് നീതിയോട് സ്വഭാവത്തോട് നടക്കേണ്ടതിന് ക്രിസ്തുവിധം കൃപ ചെയ്യണമേ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ലക്ഷണവുമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. സങ്കീർത്തനം 95. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സന്നിധി ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരവേ, നാം വണങ്ങി നമസ്കരിക്കാം. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കായുള്ള പ്രത്യേക സങ്കീർത്തനം നമുക്ക് വായിച്ചു. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 104, 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം 104 verses begins from 14 to 30. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും തന്റെ മുഖത്തെ വിൽക്കുവാനും എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുകൾക്ക് തന്നെ. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു.
അവൻ കാലനിർണ്ണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തന്റെ അസ്തമനത്തെ അറിയിക്കുന്നു. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാക്കുന്നു, അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇടയ്ക്കായി അലറുന്നു, അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെ തന്റെ വേലയ്ക്കായി തന്നെ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു, അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാഥാനുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് അവയെ ഇതിനെ വർദ്ധിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു, നീ അവയെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചെയ്യുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തന്നെ. ആമേൻ. Today's first lesson is taken from the book of Genesis, chapter 14, verses beginning from 17 to 24. Book of Genesis, chapter 14, verses beginning from 17. After Abraham returned from defeating Chedorlaomer and the kings allied with him, the king of Sodom came out to meet him in the valley of Shaveh. Then Melchizedek, king of Salem, brought out bread and wine. He was priest of God Most High, and he blessed Abraham, saying, Blessed be Abraham by God Most High, creator of heaven and earth, and praise be to God Most High, who delivered your enemies into your hands. Then Abraham gave him a tenth of everything. The king of Sodom said to Abraham, Give me the people and keep the goods for yourself. But Abraham said to the king of Sodom, With raised hand I have sworn an oath to the Lord, God Most High, creator of heaven and earth, that I will accept nothing belonging to you, not even a thread or the strap of a sandal, so that you will never be able to say, I made Abraham rich. I will accept nothing but what my men have eaten, and the share that belongs to the men who went with me to Aner, Eshcol, and Mamre. Let them have their share. Here ends the first lesson. സക്രിയാവിന്റെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. സക്രിയാവിന്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ അറിയിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്നവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ നമുക്ക് രക്ഷണം തീർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളെ രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രാഹാമിനോട് സത്യവും തന്റെ വിശുദ്ധിയും ഓർത്തുകൊണ്ടുമാകുന്നു. നീയോ പൈതലേ, അതിന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആദരവേറിയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കുടുംബമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഉദയം സംസ്കരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെപ്പോഴും പ്രകാരം തന്നെ ആമേൻ. ഇന്നത്തേക്കായുള്ള രണ്ടാം പാഠം ഇപ്പോൾ നമുക്ക് വായിച്ചു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 15-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ. 1 Corinthians chapter 10 verses 15 to 17. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു, ഞാൻ പറയുന്നത് വിവേചിപ്പിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഇവിടെ പാഠം അവസാനിക്കുന്നു.
സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ഉപയോഗിക്കാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാവുന്നുവെന്ന് ഞങ്ങൾ അനുസരിച്ചുകൊള്ളുന്നു. സകല ദേവദൂതന്മാരും പടമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവം മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന്. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠനെ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്യതനായ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചുകൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുത്. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാർക്ക് ചാപ്റ്റർ 14 വേഴ്സസ് 12 to 26. പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടമയോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടും കൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ച് ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. അവൻ അവരോട്, പന്തിരുവരിൽ ഒരുവൻ എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ പോകുന്നതിന് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതിനായ പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കും നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയിലേക്ക് പോയി. നിങ്ങൾ കേട്ടത് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനകീർത്തനം 283, ഹിം 283.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. How was your Saturday? ശനിയാഴ്ച ദിവസം എങ്ങനെ പോയി? If I ask you one thing, what do you miss the most? ആ ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പം ചില ആൾക്കാർ പറഞ്ഞേക്കാം, I miss my friends, or ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഐ മിസ് മൈ ഓഫീസ്, കുഞ്ഞുങ്ങളാണെങ്കിൽ ഐ മിസ് മൈ സ്കൂൾ. അങ്ങനെ ഒത്തിരി ആൻസർ നമുക്കുണ്ടായിരിക്കാം. എന്നാൽ CSIക്കാരോട് ചോദിക്കുവാണെങ്കിൽ വാട്ട് ഡു യു മിസ് ദ മോസ്റ്റ്, നമ്മുടെ സഭക്കാര് ഉടൻ തന്നെ ഉത്തരം പറയും, ഒരു സംശയമില്ലാതെ വി മിസ് ഹോളി യൂക്രിസ്റ്റ് അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ, അല്ലെങ്കിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഇന്നത്തെ ചിന്താവിഷയം നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് സാക്രമെന്റ് ഓഫ് ദ ഹോളി യൂക്രിസ്റ്റ്, വിശുദ്ധ യൂക്രിസ്റ്റ് എന്ന സാക്രമെന്റ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 26 വരെ നാം വായിക്കുമ്പം ചില കാര്യങ്ങൾ നമുക്കിവിടെ അറിയാൻ ഒക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം മാത്രം ഇവിടെ ഞാൻ വായിക്കുന്നു. They began to be sorrowful and said to him one after another, Is it I? അവർ ദുഃഖിച്ച് ഓരോരുത്തരും ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ച് തുടങ്ങി. യൂക്രിസ്റ്റ് ഇസ് അബൌട്ട് സെൽഫ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ യൂക്രിസ്റ്റ് ഇസ് അബൌട്ട് സെൽഫ് എക്സാമിനേഷൻ. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതാ വിശുദ്ധ സംസർഗം. ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പം there are two type of changes when we go to the Lord's table. Whenever we come to Lord's table, there are two type of dangers. ഒന്നാമത്തെ അപകടം എന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ അൽത്താരയിലേക്ക്, ഓൾട്ടറിലേക്ക്, വിശുദ്ധ സംസ്കൃത ശുശ്രൂഷ മേശയിലേക്ക് കടന്നു പോകണോ? ആം ഐ വർത്തി? അതാ ഒന്നാമത്തെ അപകടം. രണ്ടാമത്തെ അപകടം എന്ന് പറഞ്ഞാൽ നാം സ്വയം ചിന്തിക്കും ഐ ആം വർത്തി. ഇത് രണ്ടും ഭയങ്കര വലിയ അപകടമാണ്. ഒന്നാമത്തെ അപകടത്തിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഡേഞ്ചർ. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ദ സിൻ ഓഫ് ഡെസ്പറേഷൻ, അല്ലെങ്കിൽ ദ സിൻ ഓഫ് ഡെസ്പെയർ. ഞാനൊരു അൺവേർത്തിയ, ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനാണ്. കാരണം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ചെയ്ത പാപം ഒന്ന് ഞാൻ ചിന്തിക്കുവാണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് പോകാനുള്ള യോഗ്യത ഇല്ല എന്ന് നാം ചിന്തിക്കും. അത് വലിയ അപകടമാണ്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം അവിടെ സ്ഥിരമാകുന്നില്ല. രണ്ടാമത്തെ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ, പറഞ്ഞതുപോലെ ഐ ആം വർത്തി, ഞാൻ വളരെ എല്ലാവരുടെയായിട്ടും കൂടുതൽ യോഗ്യത ഉള്ളവനാണ് ഞാൻ. ആ പാപത്തിനെ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദ സിൻ ഓഫ് സ്പെക്കുലേഷൻ. ഒന്നാമത്തെ അപകടം ദ സിൻ ഓഫ് ഡെസ്പറേഷൻ, ഞാൻ ഒരു കാര്യത്തിനും കൊള്ളാത്തവന്. രണ്ടാമത്തെ പാപം എന്ന് പറഞ്ഞാൽ ദ സിൻ ഓഫ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ വി സ്പെക്കുലേറ്റ്, ഞാൻ നിങ്ങളായിട്ടും നല്ലതാ എന്ന് നാം ചിന്തിക്കും. ഇനിയും ഇതിനെ ഞാൻ മുമ്പോട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Now those who are guilty of the sin of desperation, അല്ലെങ്കിൽ ഞാൻ ഹോപ്പ്ലെസ് ആണ്, അല്ലെങ്കിൽ ഞാൻ അൺവേർത്തി ആണെന്നുള്ള പാപത്തിൽ ഞാൻ അകപ്പെട്ടു പോയാല്, അത് സാധാരണ നമ്മൾ കാണുന്ന ഈ വിശ്വാസത്തിലേക്ക് പുതുതായിട്ട് വന്നു വരും, അല്ലെങ്കിൽ ശരിയായ പ്രോപ്പർ സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടാത്തവർക്ക് അങ്ങനെയുള്ള ചിന്ത വരുന്നത്. ക്രിസ്തുവിന്റെ അടുത്ത് പോയാൽ ക്രിസ്തുവിനെ സ്വീകരിക്കത്തില്ല, he will not accept me എന്നുള്ള ചിന്ത വരുന്നത്. And now those who guilty of the sin of speculation are always, അവർക്കൊരു ധാരണയുള്ളതെന്ന് പറഞ്ഞാൽ they are the best people. കാരണം സത്യത്തിൽ പറഞ്ഞാൽ they know the Bibles very nicely. ബൈബിളിന്റെ എല്ലാ മർമ്മങ്ങൾ, പ്രൊഫൗണ്ട് നോളജ് ഉണ്ട്. They know about the grace of God and they know what സുവിശേഷം, they know what gospel is all about. So the sin of desperation and the sin of speculation
മധുവയിൽ കടന്നു പോകുമ്പം ഈ രണ്ട് പാപം എന്നിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ്. അതാ ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞത്, the Eucharist is about self-examination. For those who are guilty of the sin of desperation, their memory is good. ഓർത്തോ, their memory is good. കാരണം ഞാൻ യോഗ്യനല്ല എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ആ കാണുന്ന മധുവായിലേക്ക് കടന്നു പോകാനുള്ള യോഗ്യത ഇല്ല എന്ന് ഞാൻ ചിന്തിക്കാൻ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്റെ മെമ്മറി പവർ വളരെ വലുതാണ്. കാരണം നാം ചിലപ്പം അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴായിരിക്കും 1000, 2000 അല്ലെങ്കിൽ 10,000 കണക്കിനുള്ള ഇമേജസ് അല്ലെങ്കിൽ സ്ലോട്ട്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനും നിങ്ങളും പറഞ്ഞു പോയ ചില വാക്കുകൾ, ചില സ്റ്റോറീസ്, ഇറ്റ് കംസ് ഔട്ട് ഫ്രം ദ ക്ലോസറ്റ് ആൻഡ് ദാറ്റ് റൈസ് അപ്പ് ഇൻ മൈ മൈൻഡ്. The old stories cry out, you are not worthy. അതുകൊണ്ട് അത് നിൽക്കത്തില്ല, പിന്നെയും അത് വീണ്ടും പറയും, യു ആർ നോട്ട് വർത്തി, ഡോണ്ട് ഗോ ടു ദ ലോർഡ്സ് ടേബിൾ. ചിലപ്പോൾ നിങ്ങൾക്കും അറിയാം, എനിക്ക് ഒത്തിരി കൂട്ടുകാരെ എനിക്കറിയാം, അവർക്ക് ഞായറാഴ്ച ദിവസം വന്ന് മധുവായിൽ മുട്ടുകുത്തണമെന്നുണ്ട്. എന്നാൽ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ശനിയാഴ്ച ദിവസം ഞാൻ പാപം ചെയ്ത് സ്വല്പം വലുതായിരുന്നു, അതുകൊണ്ട് പോകാൻ ഞായറാഴ്ച ദിവസം എനിക്ക് വരാൻ പാടുന്നു. ഇറ്റ് ഈസ് നോട്ട് യുവർ വർക്ക്സ് ദാറ്റ് വിൽ ഗിവ് യു ഹിസ് ഗ്രേസ്. നിങ്ങളെയോ എന്റെ പ്രവൃത്തിയോ അല്ല കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. So on the other hand, those who are guilty of the sin of speculation, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ശ്രേഷ്ഠന എന്ന് ചിന്തിക്കുന്ന അവരെ മെമ്മറി, their memory is not good enough. Sin of desperation, എനിക്കൊരു യോഗ്യതയുമില്ല എന്ന് ചിന്തിക്കുന്നവരുടെ മെമ്മറി സ്ട്രോങ്. അതുകൊണ്ടാ ഇന്നലെ ചെയ്തു പോയ കാര്യം എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് എനിക്ക് കർത്താവിന്റെ അടുത്ത് പോകാൻ ഒരു യോഗ്യതയുമില്ലെന്ന് നാം ചിന്തിക്കുക. എന്നാൽ സിൻ ഓഫ് സ്പെക്കുലേഷൻ എന്ന് ആ പാപത്തിൽ ആയവർക്ക് അവരുടെ മെമ്മറി വളരെ വീക്ക്. കാരണം എന്ന് പറഞ്ഞാൽ they forget God's righteousness and they think more about their righteousness. They forget about God's grace. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ മറന്ന് they think or they rather speak more about their graciousness. അവർ ഇന്നലെ മിനിഞ്ഞാന്നും അല്ലെ കൊടുക്കാൻ പോകുന്ന തുകയെക്കുറിച്ച്, അല്ലെങ്കിൽ എത്ര മിഷനുമാരെ സഹായിച്ചു എന്ന് അവര് കൂടുതലായിട്ട് പറയുന്നത്. They think more about their graciousness. അവരെ ആ ഗ്രേസ്ഫുൾനെസിനെ കുറിച്ച് അവര് ആൾക്കാരോട് പറയുന്നത്. And totally they forget about the sins. അതാ ഞാൻ പറഞ്ഞത്, the ഡെസ്പറേഷനിലായി കിടക്കുന്നവർക്ക് അവരെ നല്ല ഓർമ്മയാണ്. എന്നാൽ സ്പെക്കുലേറ്റ് ചെയ്യുന്നവരുടെ ഓർമ്മ വളരെ കുറവ്. അതുകൊണ്ട് എന്തുവാകും, അവർ ദൈവത്തെ മറന്നുപോകും. അതുകൊണ്ട് രണ്ട് രീതിയിലും നാം നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, രണ്ടും പാപത്തിൽ തന്നെയാണ്. സോ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേശയിലേക്ക് ഞാൻ നിങ്ങളും കടന്നു ചെല്ലുമ്പം the sin of desperation and the sin of speculation will hold us back. രണ്ടാമത്തെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന അതിന്റെ 1 കൊരിന്ത്യർ 10-ാം അതിന്റെ 16-ാം വാക്യം, 1 Corinthians chapter 10 verse 16. അതെങ്ങനെ പറയുന്നു? The cup of blessing that we bless, is it not a participation in the blood of Christ? The bread that we break, is it not a participation in the body of Christ? ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ നാം നുറുക്കുന്ന അപ്പം? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? യൂക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ, യൂക്രിസ്റ്റ് ഇസ് അബൌട്ട് പാർട്ടിസിപ്പേഷൻ. വിശുദ്ധ സംസർഗ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിസിപ്പേഷനാണ്, ഒരു കൂട്ടായ്മയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് വന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷ. വിശുദ്ധ സംസർഗ ശുശ്രൂഷ ഞാൻ പലപ്പോഴും കാണാനുള്ളത്, ചെയ്തിട്ടുള്ളത്, ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എ ഷോ. അത് പോംപ് ഷോ അല്ല, നമ്മൾ മഹിമയെ കുറിച്ച് കാണിക്കുന്നതല്ല. ബട്ട് ഇറ്റ് ഇസ് അബൌട്ട് എക്സ്പീരിയൻസിങ് ദ പവർ ഓഫ് സാൽവേഷൻ, എക്സ്പീരിയൻസിങ് ദ പവർ ഓഫ് ദ ക്രോസ്. Each time when I get up, ഞാൻ അവിടെ അറിഞ്ഞോണ്ടാ പറയുന്നത്, each time when I get up, or rather when you get up, it shows the willingness of yours to forsake your habit that God doesn't want.
ഓരോ ഞായറാഴ്ച ദിവസം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കർത്താവ് അങ്ങനെയുള്ള സാധ്യത ഈ കൊറോണ വൈറസ് മഹാമാരി കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ദൈവം തരും. എല്ലാം ഞായറാഴ്ച അത് അനുഭവിക്കാൻ നമ്മൾ ഓരോ പ്രാവശ്യം കർത്താവ് യേശു ക്രിസ്തുവിന്റെ അപ്പവും വീഞ്ഞും ശരീരവും രക്തവും എടുക്കാൻ പോകുമ്പം ഞാനും നിങ്ങളും ഓർക്കേണ്ട ഒരേ ഒരു കാര്യം, ഇന്നലെ വരെ ചെയ്ത് ആ ഒരു സ്വഭാവത്തിന് ഉടനെ മാറ്റാൻ ഒക്കത്തില്ലെങ്കിലും കർത്താവെ അതിന്റെ അംശം, അതിന്റെ പെർസെന്റേജ് സ്വല്പമെങ്കിലും കുറയ്ക്കാനുള്ള ശക്തിയും ബുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. So this participation, when the people of God participate with God, ആ ഒരു കഴിക്കുന്ന ആഹാരത്തിന്റെ രുചി കൂടുക. This participation, gives power to the food. ഈ കഴിക്കുന്ന ആഹാരത്തിന് ഒരു പ്രത്യേക ശക്തിയാണ്. ഈ കഴിക്കുന്ന ആഹാരം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഈ നൽകുന്ന ആഹാരം, ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, ഈ ഭക്ഷണം ഒഴുക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേശയിലേക്ക് വരുമ്പം അച്ഛനോ തിരുമേനിയോ ആകാം, വല്യച്ഛനോ ആകാം ആ ഭക്ഷണം ഒരുക്കുന്നത്. എന്നാൽ നമ്മൾ കാണാത്ത കാർമ്മികം വഹിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ട്. So I see it like this. There's no food in this cosmos made out with much greater love. ഇത് കാര്യം പറയുമ്പോൾ രണ്ടാമത് ഉടനെ ഞാൻ പറഞ്ഞേക്കാം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആഹാരത്തിന്റെ ആ ശക്തിയും അല്ലെ അതിലുള്ള ആ എല്ലാം അനുഗ്രഹം കഴിഞ്ഞിട്ട് നിങ്ങളെ ഭാര്യ ഉണ്ടാക്കുന്ന ആഹാരമാണ്. അതാ ഡിലീഷ്യസ്. അങ്ങനെ പറഞ്ഞോണ്ട് ഉടനെ, അങ്ങനെ ഞായറാഴ്ച ആകുമ്പോൾ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഭവനത്തിൽ. So when we participate, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മേശയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പം നമ്മളായി തീരുന്നത് with a symbol Jesus, with a symbol him. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, we become what we receive. We become what we receive. ഒന്ന് നാം ഇവിടെ പഠിച്ചത്, the Eucharist is about self-examination. രണ്ട്, Eucharist is about participation. മൂന്ന് ഇവിടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. Eucharist welcomes a stranger. ഞാനും നിങ്ങളും അറിയാത്ത അതിഥിയെ സ്വീകരിക്കുന്നതാ വിശുദ്ധ സംസർഗം. ഇന്നുമുണ്ട്, പണ്ട് കാലം തൊട്ടേ ആ ആചാരം നമ്മള് അനുഷ്ഠിക്കാറുണ്ട്. നമ്മളെ മുഖ്യമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഞാൻ അങ്ങോട്ട് നോക്കാൻ കാണുന്ന എന്താ ഡൈനിങ് റൂം അവിടെ. അന്നേരം ഡൈനിങ് റൂമിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പം നമ്മളെ ഭവനത്തിലായിരിക്കുന്ന ഏറ്റവും മൂത്ത ആള് അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ഒരു വ്യക്തിയാ ആ ടേബിളിന്റെ സെന്ററിൽ ഇരിക്കുന്നത്. കാരണം ദി ഹെഡ് ഓഫ് ദി ഫാമിലി സിറ്റ്സ് ദെയർ. പണ്ട് അവരായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പിന്നെ നമ്മള് പ്രത്യേകമായിട്ട് പുരുഷന്മാര് പ്രാർത്ഥന നമ്മളങ്ങ് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുക. വേറൊരിടത്തും അല്ല, നമ്മുടെ ഭാര്യമാര് കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വലിയായിട്ട് പ്രാർത്ഥിക്കാറില്ല. ഉള്ളവരുണ്ട് കേട്ടോ, ദൈവത്തിന്റെ സ്തോത്രം, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. നമ്മളത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുക പ്രാർത്ഥന. ഭാര്യയോട് അങ്ങ് പറഞ്ഞേക്കുക, എല്ലാം രാത്രി എന്റെ മോളങ്ങ് പ്രാർത്ഥിച്ചോളാം നമ്മളങ്ങ് പറഞ്ഞേക്കുക. സോ എന്നാൽ പണ്ടൊരു ആചാരം ഒക്കെ ഉണ്ടായിരുന്നു, പണ്ടൊരു പതിവുണ്ടായിരുന്നു. ആ ഭവനത്തിന്റെ നാഥനായിരുന്നു ദി ഹെഡ് ഓഫ് ദി ഫാമിലി പ്രേഡ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇത് മുറിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നാം യഹൂദന്മാരുടെ ഇടയിലും ഇന്നും കണ്ടുവരുന്നുണ്ട്. ചിലയിടത്തൊക്കെ ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിലാണ് ഞാൻ ഇവിടെ പറയുന്നത്, ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ. സോ ഇവിടെ മൂന്നാമത്തെ കാര്യം പറഞ്ഞ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. Eucharist welcomes a stranger. The breaking of the bread for all is an action done by the head of the family. ആ ഭവനത്തിന്റെ ആദ്യം പറഞ്ഞതുപോലെ നാഥന ഈ അപ്പം നുറുക്കി കൊടുക്കുന്നത്. Breaking of the bread shows that a stranger is welcomed into the table fellowship. നമ്മൾ വീട്ടിൽ വരുമ്പം വന്ന അറിയാത്തവരാരെങ്കിലും വന്നാൽ നമ്മൾ ഉടനെ പറയല്ല, ബാ നമുക്ക് ഡൈനിങ് റൂമിലോട്ട് ആഹാരം കഴിക്കാമെന്ന് ആരും പറയത്തില്ല. അദ്ദേഹമായിട്ട് പരിചയം ഉണ്ടാക്കും, പേര് ചോദിക്കും, നാട് ചോദിക്കും,
ജോലി ചോദിക്കുക, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നവ നമുക്ക് കഴിക്കാൻ പോകുന്നത്, അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രീതി അതല്ല. വാട്ട് ഹി ഡസ് ഇസ് ദിസ്: we might be a total stranger to him. ഇപ്പം നമ്മൾ CSI സഭയില്, നമ്മളിപ്പം ഹോളി ട്രിനിറ്റി ചർച്ചില് മറ്റൊരു CSI എന്നോ അല്ലെങ്കിൽ മർത്തോമ അല്ലെ സഭയിൽ നിന്ന് ഒരു വ്യക്തി വന്നാല് അവര് ആ മധുബായിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കാറില്ല, യുനോ നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച കഴിച്ചാന്നോ, യുനോ അതല്ല. നമ്മളെ ഒരു പതിവ്, ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കണം എന്നുള്ള, അപ്പവും വീഞ്ഞും യുനോ ഒരു CSI കാരൻ വേറൊരു പള്ളിയിൽ നിന്ന് വന്നാൽ, കാരണം അത് ആ ശരീരവും ആ രക്തവും എന്റെ സ്വർഗത്തിലായിരിക്കുന്ന ക്രിസ്തുവിന്റെയാണ്. അതിൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. എന്നാൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. സോ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ഫോർ ഓൾ ഇസ് എ ഗ്രേറ്റ് ജെസ്റ്റർ ഓഫ് ഹോസ്പിറ്റാലിറ്റി. അതിഥി സൽക്കാരത്തിന്റെ ഏറ്റവും വലിയൊരു പിക്ചറാണ് നാം അവിടെ കാണുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെ കഴിഞ്ഞ നാളിൽ തള്ളിപ്പറഞ്ഞ വ്യക്തിയും ഒറ്റിക്കൊടുത്ത വ്യക്തിക്കും കർത്താവ് അവിടെ തന്റെ ശരീരവും രക്തവും അവിടെ നൽകുന്നു. And in this sacrament we enjoy the hospitality of God who gives himself to us through his Son. By breaking of the bread, Jesus shows that like God the Father, he gives us everything. തന്റെ ശരീരത്തിനെ നുറുക്കി കൊടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒന്ന് ഓർത്ത് നോക്കിക്കുക. നമ്മളെ കുഞ്ഞുങ്ങൾ വന്ന് നമുക്ക് നമ്മുടെ ശരീരം എന്തൊക്കെ ഡയലോഗ് പറഞ്ഞാലും, മോനെ എന്റെ മുത്തേ മകനെ ഒക്കെ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന്റെ ഇത് മുറിച്ച് നമ്മൾ കൊടുക്കുമോ? ഇല്ല. എന്നാൽ നമ്മുടെ സ്വർഗത്തിന്റെ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ചെയ്യുന്നത് തന്റെ ശരീരം എല്ലാ ഞായറാഴ്ച എല്ലാ ഇപ്പോഴും നമുക്ക് വേണ്ടി അവിടെ നൽകിയിരിക്കുക. By breaking the bread, Jesus shows that he is the head of the family as well as he is the son. ഇത് മനസ്സിലാക്കാൻ, ഇത് സ്വീകരിക്കാൻ ഉള്ള കൃപയും ശക്തിയും കർത്താവ് നിങ്ങൾക്കും എനിക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Eucharist is about self-examination. Eucharist is about participation. Eucharist welcomes a total stranger like me and like you. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് കൂടാനൊത്തു. ദൈവത്തിന് സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. ഞങ്ങളെ വീട്ടുകൂതാശയൊക്കെ നിങ്ങളെ പ്രാർത്ഥനയാൽ ഒക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. ഇനിയും ഇവിടുത്തെ ചില ഒരാഴ്ച ഒക്കെ താമസിച്ച് ഞങ്ങൾ വേഗം അവിടെ വരുന്നതായിരിക്കും. ഞങ്ങൾ യാത്രയിൽ നിങ്ങൾ ഓർക്കണം. സൂരജിനോട് പ്രത്യേക നന്ദിയും ഒക്കെ ഈ സമയത്ത് അറിയിക്കുന്നു. എൻ്റെ ആബ്സെൻസിൽ വളരെ നന്നായിട്ട്, എന്തായിട്ടും നല്ലതായിട്ട് സൂരജൻ അത് കൊണ്ടുവന്നു. സൂരജിനെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ കമ്മിറ്റി ഞങ്ങളോട് പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൽ ചേർന്നുവെല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിൽ ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ പിന്നെ എഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ വർദ്ധിക്കുന്നു. അവിടെ ജീവിതരെ മരിച്ചവരെ ഞാൻ വിട്ടുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിൽ ഉയർത്താനും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ ആഴ്ച ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ ലിസി എബ്രഹാം, ഷാരോൺ മോനിഷ രാജ്കുമാർ, ടൈറ്റസ് വിജയ് TK, മാണി MC, അച്ചാമ ജേക്കബ്, അന്നമ്മ ജോർജ്, തങ്കമ്മ PJ, തോമസ് വി ജേക്കബ്, ജോസഫ് മാത്യു, ഏലിയാമ്മ ജോസഫ്, തോമസ് KT, എലിസബത്ത് മത്തായി K, സന്തോഷ് ചാക്കോ, നാൻസി ചെറിയാൻ, സൂസൻ തോമസ്, സുമേഷ് റോബർട്ട്, ജഹോഷ ജോൺ, അൻകിത റേച്ചൽ സുമേഷ്, എലിസബത്ത് വി ജേക്കബ്, അന്ന ഇട്ടു, ലൗലി ജോഷുവ, റിങ്കു സൂസൻ മത്തായി, തോമസ് കുരുവിള, ലളിതാമ വർഗീസ്, മെറീന തോമസ്.
വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവർ ഡോക്ടർ ടൈറ്റസ് വിജയ് കെ ആൻഡ് സ്നേഹ ടൈറ്റസ്, ഡോക്ടർ മാത്യു എമോ ആൻഡ് ജിസി മാത്യു, ശ്രീ കുര്യൻ വർഗീസ് ആൻഡ് സുനിത വർഗീസ്, ശ്രീ ജിജോ വി തോമസ് ആൻഡ് റൂബ തോമസ്, റെജി കെ ജോൺ ആൻഡ് സാലി റെജി, ജോർജ് സി കോശി ആൻഡ് ശാന്ത ജോർജ്, സന്തോഷ് ഇനോക്ക് ആൻഡ് റിയ എസ് ഇനോക്ക്, ഡോക്ടർ മാത്യൂസ് എം ആൻഡ് അനീറ്റ മാത്യൂസ്, ശ്രീ കുര്യൻ ടി ജെ ആൻഡ് റാഹേൽ കുര്യൻ. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നടത്തുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ നാളുകളെ ദൈർഘ്യമാക്കുകയും ചെയ്യുന്ന ദൈവമേ സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ ഒരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയ നിന്റെ പ്രിയ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യക്തി ജീവിതങ്ങളിൽ ഒരു വർഷം അങ്ങ് ദാനമായി നൽകി, കുടുംബജീവിതത്തിലും കർത്താവെ ഒരു വർഷത്തിന്റെ പുതിയ സന്തോഷങ്ങളിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അങ്ങ് ഇടയാക്കിയവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് ഓരോ ദിവസവും അവർ സഹായകനായി പരിപാലകനായി കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ നാളുകൾ പെരുകുന്നത് അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിന്റെ മക്കളെ സഭയായി ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരുമിച്ച് കൂടി വരുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആയിരിക്കുന്ന ഇടങ്ങളിൽ അവർ തലകളെ മടക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം അവർ അനുഭവിച്ചറിയുവാനും അങ്ങേക്ക് നന്ദി പറയുവാനും അവരെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മധ്യായകനാണെന്നുള്ള വലിയ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. പ്രിയമുള്ള കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് സഭയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവേശിച്ചിരിക്കുന്ന വർഷത്തിൽ അനുഗ്രഹങ്ങളെ അങ്ങ് നൽകണമേ. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അങ്ങനെ മറന്നുപോകാതെ ജീവിക്കാൻ അവരെ സഹായിക്കണമേ. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വീണ്ടും ഒരാഴ്ചക്കാലം കൂടെ ദൈവത്തിന്റെ അദൃശ്യകരമായ സാന്നിധ്യം നമ്മളോടുകൂടെ ഇരുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഈ പ്രതികൂലമായ സാഹചര്യങ്ങൾ നിന്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവമായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പലയിടങ്ങളിലായിരുന്നുകൊണ്ട് ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിപ്പാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് പറയാം. അതിശയകരമായും അത്ഭുതകരമായും ദൈവം നമ്മെ വഴി നടത്തുന്ന എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്ന് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ പ്രതികൂലത്തിന്റെ നടുവിലും എത്ര അതിശയകരമായാണ് ദൈവം നമ്മെ വഴി നടത്തുന്നത്. കർത്താവെ, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടൊന്നുമല്ല, അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, ആ കൃപകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ മുൻപിലേക്ക് നിൽക്കുവാൻ യോഗ്യതയുള്ളവരല്ല ഞങ്ങൾ. കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും അർഹതയില്ല ഞങ്ങൾക്ക്. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ അയോഗ്യതകളുടെ നടുവിൽ ഞങ്ങളെ യോഗ്യരാക്കി മാറ്റുന്നതായ ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഇറങ്ങുന്ന ആയുധങ്ങളായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ ശരീരരക്തങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന ശുദ്ധീകരിക്കുന്ന ആയുധങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ അതിനെ ഉൾക്കൊള്ളുമ്പോൾ, കർത്താവെ, അങ്ങയുടെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അയോഗ്യരായി അതിനെ കൈക്കൊണ്ടിട്ടുണ്ട്. കർത്താവെ, അതൊക്കെ ഞങ്ങളോട് പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഓർമ്മയ്ക്കത് ചെയ്യുമെന്ന് പറഞ്ഞതായ ആ കാര്യങ്ങളെ കർത്താവെ, അതിന്റെ ഏറ്റവും അർത്ഥത്തോടു കൂടി ചെയ്യുവാൻ തുറന്നുള്ള നാളുകളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഈ മഹാവ്യാധിയുടെ നടുവിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരു മനസ്സോടുകൂടെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുവല്ലോ. കർത്താവെ, സഭയായി കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് കൂടി വരുവാൻ സാധിക്കുന്നില്ല. കർത്താവെ, ആയിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ, ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങളുടെ ആരാധന ആലയങ്ങളായി മാറ്റപ്പെട്ടപ്പോൾ ദൈവമായ കർത്താവെ, അവിടെയൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. പ്രിയമുള്ള കർത്താവെ, ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവിക സമാധാനം ഹൃദയങ്ങളിൽ സ്വീകരിപ്പാൻ
അങ്ങ് ഞങ്ങളെ ഒരുക്കിയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മഹാവ്യാധിയുടെ നടുവിൽ ഭാരപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളുടെ കണ്ണിന് കാണുവാൻ സാധിക്കാത്തതായ ഒരു വൈറസിന് ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുവാൻ സാധിക്കുമെന്ന് അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചുവല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും, കർത്താവെ, ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിയമുള്ള കർത്താവെ, അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ അങ്ങ് അവർക്ക് കൃപയോടെ കൂടെ ഇരിക്കണമേ, തണലായി കൂടെ ഇരിക്കണമേ. അങ്ങയുടെ കർത്താവെ, ചങ്കലെ ചോരം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത് പോലെ കർത്താവെ, അവരുടെയും മുൻപിലുള്ളതായ പ്രയാസങ്ങളെ ഒക്കെ അങ്ങ് മാറ്റുമാറാകണമേ. അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തുവാൻ കർത്താവെ അങ്ങ് പ്രാപ്തരാണ്. ഈ വൈറസിനെ ഈ ലോകത്തിൽ നിന്ന് നീക്കം ചെയ്യുവാൻ തക്കോണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉള്ളം കരങ്ങളിൽ അവരെ ഓരോരുത്തരെയും വഹിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് അവരെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയാം. പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഇതുവരെയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയവനായ ദൈവം തുടർന്ന് നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി നൽകുമെന്നുള്ള വലിയ പ്രത്യാശയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഓരോ കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ നാളുകളിലൊക്കെ പലവിധമായ ഭാരങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹൃദയങ്ങളുടെ വേദനകൾ അങ്ങ് ഏറ്റെടുക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാരങ്ങളും വേദനകളും ഒക്കെ അങ്ങ് നീക്കം ചെയ്യുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, ഈ നാളുകളിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന അനേകം ആളുകളുണ്ട്. കർത്താവെ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവെ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മുൻപിൽ എന്താകുമെന്ന് ചിന്തയോടുകൂടെ വളരെയധികം ഭാരത്തോടുകൂടി ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, ഹൃദയങ്ങൾ വേദനിക്കുമ്പോൾ കർത്താവെ, ആരും ഞങ്ങൾക്ക് ആശ്രയമില്ല എന്ന് തോന്നുന്നതായ സാഹചര്യങ്ങളിലൊക്കെയും ഇറങ്ങി വരുന്നവനായ ഒരു ദൈവത്തെ തിരിച്ചറിയുവാൻ ഈ നാളുകളിലൊക്കെ അങ്ങ് സഹായിക്കുമാറാകണമേ. എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനെ മാറ്റുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന് സാധിക്കുമെന്ന് ഉറപ്പുള്ള വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ അവരെ അങ്ങ് സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, സഭയായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയുള്ളവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ള കർത്താവെ, അങ്ങ് ഇടപെടണമേ. ഈ നാളിതുവരെയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയ ഒരു ദൈവമുണ്ടെന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ, അതിന്റെയൊക്കെ നടുവിൽ മറുപടി തന്ന് അനുഗ്രഹിച്ച ദൈവമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രതിസന്ധി ഏതായെങ്കിലും കർത്താവെ, ഇസ്രയേലിലെ ഒരു ദൈവം ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ആ ദൈവം ഞങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റുമെന്നുള്ളതായ ഉറച്ച വിശ്വാസത്തോടുകൂടി നിൽപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിൽ വിശ്രമത്തിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, അങ്ങ് മഹാവൈദ്യനാണല്ലോ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും അങ്ങയുടെ നോട്ടത്താലും അങ്ങയുടെ വാക്കിനാലും ഒക്കെ സൗഖ്യമായിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമായ കർത്താവെ, വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളെയും കർത്താവെ, അങ്ങനെയുള്ള വിശ്വാസത്തിൽ, പരിപൂർണമായ വിശ്വാസത്തിൽ, അന്ധമായ വിശ്വാസത്തിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങ് ഇടപെടണമേ. കർത്താവെ, അവരുടെ കിടക്കെ അങ്ങ് മാറ്റിവരിക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഓരോ രോഗികളെയും നമ്മുടെ അറിവിലും അറിയപ്പെടാത്തവരെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പ്രായമായവരെയൊക്കെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവെ, നരയ്ക്കുവോളം ചുമക്കാമെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. പ്രിയമുള്ള കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അനേകം ആളുകൾ കിടക്കയിലായവരുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ബലം ക്ഷയിക്കുമ്പോഴും ഞങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ ആരോഗ്യമായും ബലമായും ഞങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രിയമുള്ള കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരോടുകൂടെ ഞങ്ങളുടെ സാന്നിധ്യം കൂടി ഇരിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച ഓരോ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ള കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അവരുടെ മേൽ കൂടിയിരിക്കണമേ. ഞങ്ങൾക്ക് വിജയങ്ങളെ നൽകുന്നത് അങ്ങാണ്. ഞങ്ങൾക്ക് പുതിയ വാതിലുകളെ തുറന്നു നൽകുന്നത് അങ്ങാണ്. കർത്താവെ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കർത്താവെ, അങ്ങേക്ക് മറുപടി നൽകുവാൻ കർത്താവെ, അങ്ങ് ഏൽപ്പിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ
പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുവാൻ തക്കവണ്ണം ആ കുഞ്ഞുങ്ങളെ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. പുതിയ അധ്യയന വർഷം കർത്താവെ സാധാരണ രീതിയിൽ നിന്ന് വിപരീതമായ രീതിയിലൊക്കെ ആയിരിക്കുമ്പോൾ അവിടെയൊക്കെ കർത്താവെ ശ്രദ്ധയോടെ പഠിപ്പാൻ തക്കവണ്ണം ഓരോ കുഞ്ഞുങ്ങളെയും അങ്ങ് സഹായിക്കുമാറാകണമേ. കർത്താവെ അവരുടെ ജീവിത സാഹചര്യങ്ങളോടുകൂടെ അങ്ങ് കൂടെ ഇരിക്കണമേ. പഠിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും ജ്ഞാനവും ബലവും എല്ലാം അങ്ങ് നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഓരോ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ത്യ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നാളുകളിലൊക്കെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ രാജ്യത്തിന് മേലുണ്ടാകണമേ. ഞങ്ങളുടെ ഭരണാധികാരികളെയൊക്കെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയാം. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ മേലുണ്ടാകണമേ. ശരിയായ തീരുമാനങ്ങൾ എടുപ്പാൻ തക്കോണം അവരെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രിയമുള്ള കർത്താവെ, അങ്ങ് കുടുംബത്തിന്റെ നാഥനും നടത്തിപ്പുകാരനുമാണല്ലോ. കർത്താവെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിന്റെ വിള്ളലുകളെ നേരെയാക്കുവാൻ അങ്ങേക്ക് പ്രാപ്തനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്തുവാൻ തക്കോണം അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെയൊക്കെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ള കർത്താവെ, അനുഗ്രഹത്തെ നൽകുന്നവൻ അങ്ങാണല്ലോ. ദൈവമായ കർത്താവെ, ആ സാഹചര്യങ്ങളിലേക്കൊക്കെ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവരുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി നൽകുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അങ്ങനെയുള്ളവരെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളെയൊക്കെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് വരുന്ന ആഴ്ചകളിലെ എല്ലാ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഒക്കെ വ്യാപരിപ്പാകത്തോണം ഇന്ന് സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് കൂടെയിരിക്കുന്നവനായ ദൈവം, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നവനായ ദൈവം, നമ്മുടെ ഓരോ പ്രയാസങ്ങളുടെ നടുവിലും നമ്മളോട് കൂടി ഇരിക്കുന്നവനായ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. കർത്താവെ, അങ്ങ് മാത്രം മതി ഞങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിൽ, അങ്ങ് മാത്രം മതി ഞങ്ങളുടെ വേദനകളുടെ നടുവിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നിരാശയുടെ നടുവിലും കർത്താവെ, അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ട്. അങ്ങ് മതിയെന്ന് ഉറക്കെ പറയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളോട് കൂടെയിരിക്കുന്നവനായ ദൈവം, നമ്മുടെ പ്രയാസങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവം, സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് മതി എന്ന് പറയുവാനൊക്കെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഈ മഹാവ്യാധിയുടെ നടുവിലും കർത്താവെ, നീ മാത്രം ഞങ്ങൾക്ക് മതി എന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെയും നമുക്ക് പുറത്തു പറയുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളെയും നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം മതിയെന്ന് നമുക്ക് ഹൃദയത്തിൽ പറയാം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ കൂപ്പിക്കൊണ്ട് കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നീ മാത്രം മതി ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം നിന്നുദയത്താലുടവായല്ല. യഹോവ ശമ്മാ ആവശ്യങ്ങൾ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം.
സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകലനന്മയ്ക്കായിട്ടും ആദരവിലേക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാബലിയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിന് പരിപാലിക്കുന്നതിന് ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തെ വീണ്ടെടുത്തതിന്റെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായപ്പെടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിനെ ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിത്യമുഖാകാൻ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അതിരം കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലങ്ങളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നെ അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനയെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നുവെന്ന് അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം കൃപാരുളയണമേ. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്വപിതാവേ, ഞങ്ങൾ തിരുമുൻപാകെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ടും ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായും സ്വാതന്ത്ര്യമായും സേവിക്കുകയും നിന്റെ സേവയിൽ ഞങ്ങളുടെ പൂർണ്ണ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടേനെ ഞങ്ങളെ തന്നെ നിനക്ക് ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്നുകൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്വീകരിക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ ഭൂതകാലമേ, ഞങ്ങൾക്ക് ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. സമാധാനത്തോടെ ആശീർവാദത്തെ കൈക്കൊള്ളുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആരാധനയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചിരുന്നത് പോലെ നമ്മുടെ ആനുവൽ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആരാധനയ്ക്ക് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ അതിന്റെ സോഫ്റ്റ് കോപ്പി നൽകിയിരുന്നു. അത് ഇമെയിലായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ദയവായിട്ട് എന്നെയോ നമ്മുടെ സെക്രട്ടറി സിജാനെയോ അറിയിക്കുകയാണെങ്കിൽ അത് ഇമെയിലായിട്ട് അയച്ചു തരുന്നതായിരിക്കും എന്ന് ഓർപ്പിക്കട്ടെ. അടുത്ത ഞായറാഴ്ച ആരാധന യൂത്ത് ഫെലോഷിപ്പുകാർ ലീഡ് ചെയ്യുന്നതായിരിക്കും. അവരെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. പതിപോലെ വെള്ളിയാഴ്ച സൂം മീറ്റിംഗ് വൈകിട്ട് 7 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡിന്റെ പബ്ലിഷ് ചെയ്യുന്നതായ കോപ്പികൾ നമ്മൾ സാധാരണ നമ്മുടെ ദേവാലയത്തിൽ അവർ കൊണ്ടുവരികയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമൊക്കെ ആയിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഓൺലൈനിൽ അത് നൽകുവാൻ അവർ ഒരുക്കമാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആരാധനയ്ക്ക് ശേഷം നമ്മുടെ അതിന്റെ സോഫ്റ്റ് കോപ്പി ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും. അത് വേണ്ടവർ അത് ഓൺലൈനിൽ കൂടെ നിങ്ങൾക്കത് ലഭ്യമാകും എന്ന് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയിൽ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ സഭാംഗമായിരിക്കുന്ന പ്രമോദിനെയും റിയായെയും സൂസനെയും സമ്പത്തിനെയും നമ്മുടെ HDC ഫാമിലിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒരു കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിലായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു.